ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടനെതിരെ എഫ്ഐആർ. ക്രമക്കേട് ഉണ്ടെന്നറിഞ്ഞിട്ടും കുഴൽനാടൻ ഭൂമി വാങ്ങിയതായി എഫ്ഐആറിൽ. ഇടുക്കി വിജിലൻസ് യൂണിറ്റാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കേസിൽ 21 പ്രതികളാണ്. മാത്യു കുഴൽനാടൻ 16ാം പ്രതിയാണ്. വിവരങ്ങളുമായി ജോസൽ ചേരുന്നു. ജോസൽ, എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, മാത്യു കുഴൽനാടൻ അടക്കം 21 പ്രതികളായിട്ടാണ് ഇടുക്കി വിജിലൻസ് യൂണിറ്റ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് മാത്യു കുഴൽനാടനെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ക്രമക്കേട് ഉണ്ടെന്നറിഞ്ഞിട്ട് കുഴൽനാടൻ ഭൂമി വാങ്ങി എന്നാണ് എഫ്ഐആർ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇന്നലെ വൈകിട്ടാണ് എഫ്ഐആർ സമർപ്പിച്ചത്. 2012 മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയവരാണ് ഈ പ്രതികളായ 21 പേരും. 2012 ദേവികുളം തഹസീൽദാറായ ഷാജിയാണ് ഒന്നാം പ്രതി. ഈ അനധികൃത സ്വത്ത് സമ്പാദനം, അതുപോലെ തന്നെ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേട് തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം ഈ തൊടുപുഴ മുട്ടത്തുള്ള വിജിലൻസ് ഓഫീസിനുമായി നേതൃത്വത്തിൽ നടത്തിയത്. ആ അന്വേഷണത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ 21 പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നീലിമ, ഇത് വളരെ വലിയൊരു ക്രമക്കേടാണ് റവന്യൂ വകുപ്പിന്റെയൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മാത്യു കുഴൽനാടൻ 50 സെന്റിലധികം ഭൂമി അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ കേസിന്റെ നാൾവഴികളിലേക്ക് വന്നാൽ ഈ ഇടപാടിൽ വളരെ കൃത്യമായി മാത്യു കുഴൽനാടൻ കുടുങ്ങും എന്ന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന എഫ്ഐആറും, അല്ലേ? തീർച്ചയായിട്ടും നീലിമ, മാത്യു കുഴൽനാടൻ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഭൂമി അളന്നല്ല ഞാൻ വാങ്ങിയത് എന്നുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് ഈ ഭൂമി നൽകിയ ആളുകൾ വിശ്വാസമുണ്ടായിരുന്നു, അതുകൊണ്ട് ഭൂമി വാങ്ങിയ ഘട്ടത്തിൽ ഞാൻ അളന്നില്ല, അതുകൊണ്ടാണ് ഈ 50 സെന്റിലധികം ഭൂമി ഉണ്ട്, കയ്യേറ്റമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് തുടങ്ങിയ വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. അതുപോലെ തന്നെ ആ ഭൂമിക്ക് തന്നെ ഉണ്ടായിരുന്ന കെട്ടിടത്തെ സംബന്ധിച്ച് അതൊന്നും ഈ പ്രമാണത്തിൽ കാണിക്കുകയോ അതിന്റെ വില ഇതിൽ പ്രമാണത്തിൽ കാണിക്കുകയോ ചെയ്യാതെ ആ കാര്യത്തിലും മാത്യു കുഴൽനാടൻ ക്രമക്കേട് നടത്തി. അത്തരത്തിൽ വ്യാപകമായ ഒരു ക്രമക്കേട് നടത്തി ചുറ്റുമതിൽ നിർമ്മിച്ച് ഈ ഭൂമി വളഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യമാണ് മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കേസിലാണ് ഇപ്പോൾ അന്നത്തെ തഹസീൽദാർ അടക്കമുള്ള ആളുകളെ പ്രതികൾ ചേർത്ത് 21 പേരെ പ്രതികൾ ചേർത്ത് ഇപ്പോൾ ഇടുക്കി വിജിലൻസ് യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നീലിമ, ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന്റെ റിസോർട്ടിരിക്കുന്ന ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധികമുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. ഇത് ശരിവെക്കുന്ന റവന്യൂ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് വിജിലൻസ് എഫ്ഐആർ പുറത്തിറക്കിയിരിക്കുന്നത്. കേസിൽ 16ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ.